തഫല എന്ന് പറയുന്ന പദത്തിനിക്ക് ദുർഗന്ധം എന്ന അർത്ഥമുണ്ടായിരിക്കെ പിന്നെ എവിടെയാണ് തങ്ങൾ ദുർവ്യാഖ്യാനം നടത്തിയത്? അത് പറയണ്ടേ സലഫി നിങ്ങൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുത്തുനബിന്റെ ഹദീസിനെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ടോ? റഫീഖ് സലഫി ആരോപിക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടു നോക്ക്. റഫീഖ് സലഫി പറയട്ടെ. നിങ്ങൾ പറയുന്നത് പോലെ മൂക്കുപൊത്തി വഴിയിലുള്ള ആളുകൾക്ക് നാറുന്ന അവർക്കൊക്കെ നാറ്റമുണ്ടാക്കുന്ന കൊലത്തിലാണോ പോകേണ്ടത്? അങ്ങനെയാണോ ഇമാമിങ്ങളുടെ ഹദീസിനെ വ്യാഖ്യാനിച്ചത്? തങ്ങളെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇമാമിങ്ങളിലേക്ക് മടങ്ങണമെന്നല്ലേ പറഞ്ഞത്? മടങ്ങുമോ നിങ്ങൾ? തിരുത്തുമോ നിങ്ങളുടെ ദുർവ്യാഖ്യാനം? അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, റഫീഖ് സലഫി വലിയ ഗൗരവത്തോടെ മുത്തുക്കോയ തങ്ങളോട് വിരോക്ഷമായി പറയുന്നുണ്ട്, നിങ്ങൾ മടങ്ങുമോ? അപ്പൊ വിഷയം എന്താണ്? സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. അതാണ് റഫീഖ് സലഫി വല്ലാതെ ചൊടിയുന്നത്. ഇവിടെ സ്ത്രീ പള്ളിയിലേക്ക് പോവണോ? ഇതിന്റെ ഇസ്ലാമിക നിലപാട് എന്താണ്? ആദ്യം അത് തീരുമാനമെടുക്കാം. അതിനുശേഷം നമുക്ക് പരിശോധിക്കാം ജിഫ്രി തങ്ങൾ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ടോ ഇല്ലേ, വ്യക്തമായി തന്നെ പരിശോധിക്കാം. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. പെണ്ണെ, നിനക്ക് ഏറ്റവും നല്ലത് പള്ളിയല്ല നിന്റെ വീടാണ് എന്ന് ഖുർആൻ പറയുമ്പോ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടോ? വ്യക്തമായ മറുപടി നിങ്ങൾ പറയേണ്ടതുണ്ട്. സലഫി പറയുന്നു, അല്ല, നിങ്ങൾ പള്ളിയിലേക്ക് വന്നോളൂ. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ആ ഹദീസിന്റെ വ്യക്തമായ അർത്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെ സലഫികൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. നമുക്ക് പരിശോധിക്കാം എന്താണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ കേട്ടു നോക്ക്. അല്ലാഹുവിന്റെ ദാസികളാവുന്ന പെണ്ണുങ്ങൾ അവർ പള്ളിയിലേക്ക് പോകുന്നതിനെ നിങ്ങൾ തടയണ്ടെന്ന് പറഞ്ഞ റസൂൽ, അതൊരു സത്യമാണ്. നമ്മൾ മറച്ചു വെക്കണത്. അതിന്റെ ശേഷം പറഞ്ഞത് കൂടി നോക്കണം. അതിന്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശാസ്ത്രീയമായ നിലക്ക് സ്ത്രീകൾക്കുള്ളതായ മനഃശാസ്ത്രം പഠിച്ചുകൊണ്ടിട്ടാണ് റസൂൽ നിരോധിച്ചത്. ഓ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞു. പോലെയാണ് അവർക്ക് നല്ലത്. അതിന്റെ ശേഷം റസൂൽ പറഞ്ഞു, ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ വലിയ തഫിലാത്ത്, ആഡംബരമാകുന്ന ഒരു വസ്ത്രം ഉണ്ടാവാൻ പാടില്ല. കേട്ടല്ലോ, ഇവിടെ ജിഫ്രി തങ്ങൾ വ്യക്തമായി പറഞ്ഞു അവർക്ക് വീടാണ് അഫ്ളൽ. അതിനുശേഷം അതിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനഃശാസ്ത്രപരമായിട്ട് നിർദ്ദേശിക്കുന്ന അതൊന്ന് വിശദീകരിച്ചുകൊണ്ട് രണ്ടാമതായി പറയുന്നു. നിങ്ങൾ കേട്ടു നോക്ക്. അപ്പൊ പെണ്ണിനോട് നേരിട്ട് പറഞ്ഞില്ല പെണ്ണേജ് പള്ളിയിലേക്ക് പോകരുത് എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയില്ല. പെണ്ണുങ്ങളെ തടയണ്ടെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്ക്. എന്നിട്ട് പറഞ്ഞു, എന്നാ പെണ്ണ് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോട്ടെ, അവൾ ചീഞ്ഞു നാറിയ വസ്ത്രം ഇടട്ടെ, അവൾ ആഡംബരമാവുന്ന ഒന്നും അവളിൽ ഉണ്ടാവാൻ പാടില്ല. അടച്ച റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പെണ്ണ് പള്ളിയിലേക്ക് പോവില്ല. എന്തുകൊണ്ട്? അള്ളാഹു വ്യക്തമായി തന്നെ പറയുന്നു, നിനക്ക് ഹൈറ് അത് നിന്റെ വീടാണ്, പള്ളിയല്ല. മാത്രമല്ല, ഇനി പോകുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ കണ്ടീഷനോട് കൂടെ പറയുമ്പോ നീ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ആഡംബരങ്ങൾ പാടില്ല, ആ നിലയ്ക്ക് നീ പോയിക്കോ എന്ന് പറയുമ്പോ അല്പം ബുദ്ധിയുള്ള ആളുകളൊന്നും അത് സ്വീകരിക്കില്ലല്ലോ, അത് അംഗീകരിക്കില്ലല്ലോ. എന്നിട്ട് ഈ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോ ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ചീഞ്ഞു നാറുന്ന എന്ന പദപ്രയോഗം നടത്തി. ആ വിഷയത്തെ കുറിച്ചാണ് റഫീഖ് സലഫി അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് ദുർവ്യാഖ്യാനം നടത്തി എന്ന് പറഞ്ഞത്. നമുക്ക് പരിശോധിക്കാം. ആ തഫില എന്ന് പറയുന്ന പദത്തിനേക്ക് ആ അർത്ഥമില്ലേ? ഉണ്ട് സലഫി, അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. കേട്ടു നോക്ക്. ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായ നിലയ്ക്ക് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറയുന്നത് നോക്കൂ നിങ്ങൾ. വലിയ ഖുർജന തഫിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഗന്ധം ഉപയോഗിച്ചു പോകരുത്. എന്തുകൊണ്ടാണത്? അതായത് പുരുഷന്മാരുടെ വികാരങ്ങളെ ഇളക്കിവിടാൻ പര്യാപ്തമായ നിലക്കുള്ള സുഗന്ധദ്രവ്യങ്ങൾ അതൊന്നും ഉപയോഗിക്കരുത്. അതന്നെയാണ് ചെങ്ങായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. പക്ഷെ തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ലല്ലോ. തങ്ങൾ പറഞ്ഞ അത് തന്നെയാണ്. നിങ്ങൾ കേട്ടു നോക്ക്, തങ്ങൾ എന്താ പറഞ്ഞത്. അതിന് ശേഷം റസൂൽ പറഞ്ഞു, ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ വലിയ തഫിലാത്ത്, ആഡംബരമാകുന്ന ഒരു വസ്ത്രം ഉണ്ടാവാൻ പാടില്ല. കേട്ടല്ലോ, ആഡംബരങ്ങൾ ഉണ്ടാകുന്ന വസ്ത്രങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആഡംബരങ്ങൾ ഉണ്ടാകുമ്പോൾ സുഗന്ധം പൂശുമ്പോ പുരുഷന്മാരെ വികാരങ്ങൾ ഇളകി പുറപ്പെടും. അതുകൊണ്ട് അത് പാടില്ല. അത് തന്നെയാ തങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങളെ ചൊടിപ്പിച്ചത് ആ നാറ്റം എന്നുള്ള ആ പദപ്രയോഗമല്ലേ? ആ തഫില എന്ന് പറയുന്ന ആ പദത്തിനേക്ക് അർത്ഥമുണ്ട് സലഫി. അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ കേട്ടു നോക്ക്. ഹാജർ തങ്ങളുടെ ഫതുൽ ബാരിയിലെ ഇബാറത്ത് ആലു ഇംറഅത്തുൻ തഫില ഇദാ കാനത്ത് മുതഗയ്യറത റീഹി, ഗന്ധം പകർച്ചയായാൽ, അതായത് മോശമായ വാസന വന്നാലാണ് തഫിൽ എന്ന് സ്ത്രീകളെ കുറിച്ച് പറയാം. കണ്ടല്ലോ, അപ്പൊ ആ തഫില എന്ന പദത്തിനേക്ക് അങ്ങനെ അർത്ഥമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ആ പദപ്രയോഗം തന്നെയല്ലേ തങ്ങളും പറഞ്ഞത്.
അപ്പൊ ആരാ ദുർവ്യാഖ്യാനം നടത്തിയത്? ഇത് ഞങ്ങൾ മാത്രമല്ല സലഫിയായി പറഞ്ഞത്, നിങ്ങളെ വഹാബി പണ്ഡിതൻ അവരും ഈ പദത്തിനേക്ക് ഇങ്ങനെ അർത്ഥമുണ്ട് ഈ പറഞ്ഞ ഇബ്ൻ ഹജറിന്റെ ഈ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കേട്ടു നോക്ക് നിങ്ങൾ. അതിനെ വിശദീകരിക്കുന്നു ഒന്ന് കേട്ടു നോക്കും. النبي صلى الله عليه وآله وسلم قال كما في المسند وسنن أبي داود لا تمنعوا إماء الله مساجد الله كما ثبت عنه قال وليخرجن وهن تفلات. التفل كما قال ابن حجر رحمه الله هي الريح الكريهة يعني مأخوذ. കണ്ടല്ലോ, അത്തഫലു തഫലി എന്ന് പറഞ്ഞാൽ ദീഹും കരീഹ കമാ കാല ഇബ്നു ഹജർ. ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞതുപോലെ ദുർഗന്ധമുള്ള വാസന എന്നാണ് തഫല എന്ന പദത്തിന് അർത്ഥം എന്ന് ഈ പറഞ്ഞ നിങ്ങളെ വഹാബി പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പദത്തിനിക്ക് തഫല എന്ന് പറയുന്ന ആ പദത്തിനിക്ക് ദുർഗന്ധം എന്ന അർത്ഥമുണ്ടായിരിക്കെ പിന്നെ എവിടെയാണ് തങ്ങൾ ദുർവ്യാഖ്യാനം നടത്തിയത്? അത് പറയണ്ടേ സലഫി? നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കാൻ പാടുണ്ടോ? എന്നിട്ട് തമാശ എവിടെയല്ല, ഈ ഉസ്താദ് റഫീഖ് സലഫിയുടെ ഈ മണ്ടത്തരം തുറന്നു കാണിച്ചപ്പോ നമ്മൾ റഫീഖ് സലഫി എന്ത് ചെയ്തു? റഫീഖ് സലഫി സ്വന്തം അണികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഈ പണ്ഡിതൻ ഈ മുസ്ലിയാര് ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്, ആ വഹാബി പണ്ഡിതന്റെ ക്ലിപ്പ് പൂർണ്ണമായി കേൾപ്പിച്ചിട്ടില്ല, തട്ടിപ്പ് നടത്തിയതാണ്, അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങൾ കേട്ടു നോക്ക്, റഫീഖ് സലഫി തന്നെ പറയട്ടെ. ഖുത്ബയുടെ ചില ഭാഗങ്ങൾ മുറിച്ചുകൊണ്ട് ഇയാൾ കബളിപ്പിക്കുന്നുണ്ട്. അതിന്റെ പൂർണ്ണമായ അർത്ഥം പറഞ്ഞു കൊടുക്കാതെ സാധാരണക്കാരായ കേട്ടല്ലോ, റഫീഖ് സലഫി പറഞ്ഞത് ആ പണ്ഡിതൻ ആ മുസ്ലിയാര് ആ ക്ലിപ്പിന്റെ പൂർണ്ണ ഭാഗം കേൾപ്പിച്ചിട്ടില്ല, കബളിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് റഫീഖ് സലഫി പറയട്ടെ. എങ്ങനെയാണ് ഇവർ പറഞ്ഞു പറ്റിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ഈ മുസ്ലിയാർ അങ്ങനെയാണ്, കബളിപ്പിക്കുന്ന വിഷയത്തിൽ ഇയാള് 1-ാം നമ്പറാണ്. ഇയാൾക്ക് അവാർഡ് കൊടുക്കണതിൽ നമുക്ക് തീരുമാനിക്കാം, അവാർഡ് കൊടുക്കേണ്ടത് കബളിപ്പിക്കുന്ന വിഷയത്തിൽ അവാർഡ് കൊടുക്കേണ്ടത് റഫീഖ് സലഫിക്കാണോ അതല്ല ഈ മുസ്ലിയാർക്കാണോ? വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. അദ്ദേഹം പറയട്ടെ. പ്രധാന പണ്ഡിതന്മാരുടെ ശിഷ്യൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നു ഒന്ന് കേട്ടു നോക്കും. النبي صلى الله عليه وآله وسلم قال كما في المسند وسنن أبي داود لا تمنعوا إماء الله مساجد الله كما ثبت عنه قال وليخرجن وهن تفلات. التفل كما قال ابن حجر رحمه الله هي الريح الكريهة يعني مأخوذ من عدم കണ്ടോ, നോക്കൂ നിങ്ങൾ, ഇതാണ് ഇപ്പൊ ഈ മുസ്ലിയാർ കാണിച്ചത്. അപ്പൊ ഇതാണ് ആ മുസ്ലിയാർ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലിപ്പ് കേൾപ്പിച്ചു. ഇനി റഫീഖ് സലഫി വിശദീകരിക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? ഇതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഇയാൾ ശരിക്ക്. ഇതിലെന്താണ് ഈ പണ്ഡിതൻ പറഞ്ഞത് എന്നതിന് ശരിക്കും അതിന്റെ അർത്ഥം പൂർണ്ണമായി പറഞ്ഞു കൊടുക്കുന്നില്ല. ഇയാളെ ഏറ്റവും വലിയ കബളിപ്പിക്കലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് സലഫി ആ പൂർണ്ണമായ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവിടെ അല്ല. ഇവിടെ വിഷയം എന്താണ്? എന്ന് പറയുന്ന പദത്തിനിക്ക് ദീഹും കരീഹി എന്ന അർത്ഥമുണ്ടോ? ഉണ്ട്, ആ അർത്ഥം കൂടി ഉണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളെ പണ്ഡിതനാകുന്ന ഈ മുജാഹിദ് സലഫി പണ്ഡിതൻ ആ അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്ക് ആ ക്ലിപ്പിലുണ്ടോ ഇല്ലേ? ദീഹും കരീഹ് എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതല്ല നിങ്ങളെ പണ്ഡിതന്മാരുടെ പ്രസംഗം മൊത്തം തർജ്ജമ ചെയ്യാൻ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നിട്ട് പറയട്ടെ, ഭംഗിയുള്ള വസ്ത്രധാരണ രീതികൾ സ്വീകരിച്ചുകൊണ്ടുമൊക്കെ പള്ളിയിലേക്കും ഈദ്ഗാഹിലേക്കും വരരുത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ് എന്ന് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ചു വരുന്ന സ്ത്രീകളെ അപ്പൊ കേട്ടല്ലോ, റഫീഖ് സലഫി പറഞ്ഞത് പള്ളിയിലേക്ക് വരുമ്പോ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല. ഇത് നമ്മുടെ സലഫി പള്ളിയിലേക്ക് ജുമാക്കും ജമാഅത്തിനൊക്കെ പോകുന്ന സ്ത്രീകളെ നല്ല ഭംഗിയുടെ വസ്ത്രം ധരിക്കാറില്ല കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജുമാക്ക് പോകുന്ന മുജാഹിദ് പള്ളിന്റെ സലഫി പള്ളിന്റെ ഒരു വീഡിയോ നമുക്ക് സംഘടിപ്പിച്ചാൽ വ്യക്തമായി ബോധ്യപ്പെടും. അത് ശരി തന്നെയല്ലേ? അതല്ലേ തങ്ങളും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തെഫിൽ എന്ന് പറയുന്ന പദത്തിനേക്ക് ദുർഗന്ധം എന്ന അർത്ഥം ഉണ്ട്, അത് നിങ്ങളും സമ്മതിച്ചു, നിങ്ങളെ സലഫി പണ്ഡിതനും സമ്മതിച്ചു. ആ നിലയ്ക്ക് ആ അർത്ഥം തങ്ങൾ പറയുമ്പോ അതെങ്ങനെ ദുർവ്യാഖ്യാനമായിട്ട് മാറും? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിക്കാണ്, റഫീഖ് സലഫി നീ ഒരു പൊട്ടനാണോ? അറിയാണ്ട് ചോദിച്ചു പോവാണ്. വിരോധം തോന്നരുത്, ചോദിച്ചു പോയതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളോട് ഈ വഹാബിസം എന്ന് പറഞ്ഞത് നാടിനു മാത്രമല്ല നമ്മുടെ ഈമാനിനും അപകടമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിന്റെ ശർറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.